എറണാകുളം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പാമ്പ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡിലാണ് പാമ്പിനെ കണ്ടത്. ഡയാലിസിസ് യൂണിറ്റിന് സമീപമുള്ള കോൺക്രീറ്റ് സ്ലാബുകൾ ഉൾപ്പെടെ വെട്ടിപ്പൊളിച്ചാണ് പാമ്പിനെ പിടികൂടിയത്. മഞ്ഞച്ചേരയായിരുന്നു അത്. ഡയാലിസിസ് യൂണിറ്റിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അത് വളരെ സാഹസികതയോടുകൂടിയാണ് റെസ്ക്യൂ ചെയ്തത്. കുറേ കോൺക്രീറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെട്ടിപ്പൊളിച്ച് എല്ലാം എടുത്തു മാറ്റിയതിന് ശേഷമാണ് റെസ്ക്യൂ ചെയ്തത്. ഒരു 2 മണിക്കൂറത്തെ പ്രയത്നത്തിൻ്റെ ശേഷമാണ് എനിക്ക് ഇതിനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റിയത്. ഷീന മാർട്ടിൻ വിവരങ്ങൾ നൽകും. ഷീന, നിലവിൽ ആ പാമ്പിനെ അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ? ഈ രോഗികളും കൂട്ടിരിപ്പുകാരും ഏറെയുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡിലാണ് ഇന്ന് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പാമ്പ് എത്തിയത്. ആശുപത്രിയിൽ പാമ്പിനെ കണ്ട ഉടനെ തന്നെ വിവരമറിഞ്ഞ് നഗരസഭാ അധികൃതരും ആശുപത്രിയിലെ തന്നെ വിവരം റെസ്ക്യൂ ടീമിനെ അറിയിക്കുകയായിരുന്നു. പിന്നീട് സർപ്പ റെസ്ക്യൂ ഫോഴ്സ് മൂവാറ്റുപുഴയിൽ നിന്ന് എത്തുകയും RRT സംഘത്തിലുള്ളവരും എത്തി ഡയാലിസിസ് യൂണിറ്റ് സമീപത്തുള്ള ഒരു കോൺക്രീറ്റ് സ്ലാബുകൾ ഉൾപ്പെടെ 2 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് വെട്ടിപ്പൊളിച്ച് പാമ്പിനെ സാഹസികമായി പിടികൂടിയത്. ഒരു വലിപ്പമുള്ള ഒരു മഞ്ഞച്ചേരിയായിരുന്നു ഇവിടെ നിന്നും പിടികൂടിയത്. ആശുപത്രിയിൽ തന്നെ ജീവനക്കാരും ഈ പാമ്പിനെ കണ്ടതോടുകൂടി വലിയ പരിഭ്രാന്തിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിടികൂടിയ പാമ്പിനെ കോതമംഗലം RRTക്ക് കൈമാറുമെന്ന് റെസ്ക്യൂ ഫോഴ്സ് അറിയിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് 2 ആഴ്ച മുൻപും ഇതേ രീതിയിൽ തന്നെ ഇവിടെ പാമ്പ് കയറിയിരുന്നു. അപ്പോൾ തന്നെ ഈ നഗരസഭ ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷയും DMOയും അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ഒരു പരാതി നൽകിയിരുന്നു DMOയ്ക്ക്. അതിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസമാണ് DMOയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ ഒരു പരിശോധന നടത്തിയത്. ആ പരിശോധനയ്ക്ക് ശേഷം മറ്റ് പാമ്പുകളൊന്നും അവിടെ ഇല്ല എന്ന് ഉറപ്പാക്കുകയും സുരക്ഷ ഉറപ്പാക്കുകയും മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലാണ് പാമ്പിനെ കണ്ടത്. നിലവിൽ ആ പാമ്പിനെ പിടികൂടി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഷീന മാർട്ടിനാണ് വിവരങ്ങൾ നൽകിയത്.